അമേരിക്കയിൽ ടെക്സസ് സംസ്ഥാനത്ത് H-1B വിസയുമായി ബന്ധപ്പെട്ട് ഗവർണർ ഗ്രേഗ് ആബട്ട് കൈക്കൊണ്ടിരിക്കുന്ന പുതിയ നീക്കങ്ങൾ വിദേശ ഉദ്യോഗാർത്ഥികളിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കാരിൽ വലിയ ആശങ്ക പടർത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ സർക്കാർ ഏജൻസികളിലും പൊതു സർവകലാശാലകളിലും പുതിയ H-1B വിസ അപേക്ഷകൾ 2027 മെയ് വരെ മരവിപ്പിക്കാനാണ് ഉത്തരവ്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം വിസ ഫീസിൽ വരുത്തിയ ഭീമമായ വർധനവും കുടിയേറ്റ നയങ്ങളിലെ കാർക്കശ്യവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഇത് ആഗോള തൊഴിൽ വിപണിയിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുടെ കൂടി സൂചനയാണ്. അതെ, അമേരിക്കയിലെ ടെക്സസിലെ ഏജൻസികളിലും സർവകലാശാലകളിലും ഉൾപ്പെടെ H-1B വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ ഗവർണർ ഉത്തരവിട്ടു എന്നുള്ളത് ഏറെ ആശങ്കാജനകം ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അമേരിക്കക്കാർക്ക് ജോലി ലഭ്യത ഉറപ്പുവരുത്താനും വിസ പദ്ധതിയിലെ ദുരുപയോഗവും കണക്കിലെടുത്താണ് പുതിയ H-1B വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ റിപ്പബ്ലിക്കൻ ഗവർണറായ ഗ്രേഗ് ആൽബർട്ട് നിർദ്ദേശം നൽകിയത്. 2027 മെയ് 31 വരെ ടെക്സസിൽ പുതിയ H-1B വിസ അപേക്ഷകൾക്കുള്ള നിയന്ത്രണം തുടരും. ഇനി മുതൽ ടെക്സസ് വർക്ക് ഫോഴ്സ് കമ്മീഷന്റെ രേഖാമൂലമുള്ള അനുമതി ഇല്ലാതെ സംസ്ഥാന ഏജൻസികൾക്കോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ പുതിയ H-1B വിസ അപേക്ഷകൾ നൽകാൻ കഴിയില്ല. ഫെഡറൽ H-1B വിസയുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള സമീപകാല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും അമേരിക്കയിലെ ജോലികൾ അമേരിക്കക്കാർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുമാണ് പുതിയ H-1B വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ ഉത്തരവിട്ടത്. ഇത് സംബന്ധിച്ച് എല്ലാ സർക്കാർ ഏജൻസികൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു. യോഗ്യതയുള്ള അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കാൻ ശ്രമിക്കാതെ വിദേശ തൊഴിലാളികളെ കുറഞ്ഞ ശമ്പളത്തിൽ നിയമിക്കുന്നതിനായി ചിലർ H-1B വിസ പദ്ധതി ദുരുപയോഗം ചെയ്തതായിട്ടാണ് ഗവർണറുടെ ആരോപണം. ചില സന്ദർഭങ്ങളിൽ അമേരിക്കൻ തൊഴിലാളികളെ പിരിച്ചുവിട്ട് പകരം H-1B വിസയിലുള്ളവരെ നിയമിക്കുന്നതായും പറയുന്നുണ്ട്. H-1B വിസ ഉപയോഗിക്കുന്ന എല്ലാ ഏജൻസികളും സർവകലാശാലകളും 2026 മാർച്ച് 27 വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം. നിലവിലുള്ള വിസ ഉടമകളുടെ എണ്ണം, അവരുടെ രാജ്യം, അമേരിക്കക്കാരെ നിയമിക്കാൻ നടത്തിയ ശ്രമങ്ങൾ എന്നിവ ഈ റിപ്പോർട്ടിൽ വിശദമായിട്ട് ഉൾപ്പെടുത്തണം. കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ വർഷം H-1B വിസയ്ക്കുള്ള ഫീസ് കുത്തനെ ഉയർത്തിയിരുന്നു. $1 ലക്ഷം ആക്കിയാണ് വിസ ഫീസ് ട്രംപ് വർദ്ധിപ്പിച്ചത്. ഇതിനെതിരെ 20-ലധികം സംസ്ഥാനങ്ങൾ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ടെക്സസ് ഈ ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നില്ല. പ്രൊഫസർമാർ, ഗവേഷകർ, ഡോക്ടർമാർ തുടങ്ങിയ കഴിവുള്ള തസ്തികകളിലേക്ക് പ്രാദേശിക ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്ത സാഹചര്യത്തിൽ ടെക്സസിലെ സർവകലാശാലകളും മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രധാനമായും ആശ്രയിച്ചിരുന്നത് H-1B വിസ പദ്ധതിയായിരുന്നു. വർഷം തോറും 65,000-ഓളം വിസകളാണ് അനുവദിച്ചിരുന്നത്. യുഎസിലെ H-1B വിസയുടെ ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. 2024 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച വിസകളിൽ 71% ഇന്ത്യൻ പൗരന്മാർക്കായിരുന്നു. എന്നാൽ 2025 കണക്കുകൾ പ്രകാരം ഇന്ത്യൻ IT കമ്പനികൾക്ക് വിസ അനുവദിച്ചതിൽ 37% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ വിസ അപേക്ഷകർക്കായി ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ $1 ലക്ഷം ഫീസും ഇതിനെ ബാധിച്ചു. വിസ സ്റ്റാമ്പിങ്ങിനായി എത്തുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് പുതിയതായി കർശനമാക്കിയ സോഷ്യൽ മീഡിയ സ്ക്രീനിങ്ങും സുരക്ഷാ പരിശോധനകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടെക്സസിന് പിന്നാലെ ഫ്ലോറിഡയിലെ സർവകലാശാലകളിലും സമാനമായ രീതിയിൽ വിദേശ റിക്രൂട്ട്മെന്റ് മരവിപ്പിക്കാനുള്ള ആലോചനകൾ നടക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ടെക്സസിലെ ഈ കർശന നിയന്ത്രണങ്ങൾ അമേരിക്കൻ തൊഴിൽ വിപണിയിൽ ഇന്ത്യക്കാരായ പ്രൊഫഷണലുകൾ നേരിടുന്ന വെല്ലുവിളികളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. അമേരിക്ക ഫസ്റ്റ് എന്ന നയം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഭകളെക്കാൾ അമേരിക്കൻ പൗരന്മാർക്ക് മുൻഗണന നൽകുന്നതിലൂടെ IT, ഗവേഷണം, ആരോഗ്യ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഭരണകൂടം പറയുന്നത്. ഇത് ഇന്ത്യൻ IT കമ്പനികൾക്ക് അമേരിക്കയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കുറയ്ക്കാനും പകരം മറ്റ് രാജ്യങ്ങളിലേക്കോ നാട്ടിലെ പ്രവർത്തനങ്ങളിലേക്കോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കാരണമായേക്കാം. വിസ ലഭ്യതയ്ക്കായി ദീർഘകാലം കാത്തിരിക്കുന്ന NRI കുടുംബങ്ങളെയും അവരുടെ ഗ്രീൻ കാർഡ് പ്രതീക്ഷകളെയും ഈ പുതിയ നിയമങ്ങൾ പ്രതികൂലമായി തന്നെ ബാധിക്കും. അമേരിക്കയിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് കുടിയേറ്റ നിയമങ്ങളും കൂടുതൽ സങ്കീർണമാവുകയാണ്. അതെ, അമേരിക്ക പഴയ അമേരിക്ക അല്ലെന്ന് ചുരുക്കം.